പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ 7 PFI ഭീകരരുടെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. പ്രതികൾ ഗൂഢാലോചന നടത്തിയതിന് തെളിവുകളുണ്ട് എന്ന് കോടതി. ഫോൺ രേഖകളടക്കം ഗൂഢാലോചന ശരിവെക്കുന്നതായി ഹൈക്കോടതി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഈ ശ്രീനിവാസൻ വധക്കേസിൽ വളരെ സുപ്രധാനമായ ഒരു പരാമർശം സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു. അതോടൊപ്പം തന്നെ 7 PFI ഭീകരരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്ന സാഹചര്യം. അപ്പോൾ നേരത്തെ 17 പേർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ആ 17 കൂടാതെയുള്ള 7 പ്രതികൾക്കാണോ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്? രേഷ്മ ബാബു. വിനോദ്, ഈ 17 പേരെ കൂടാതെയുള്ള, അതായത് അന്ന് ജൂൺ 25-ന് ജാമ്യം ലഭിച്ചവരുടെ കൂട്ടത്തിലാണ് ഈ 17 പേരുള്ളത്. പക്ഷേ ഇവർക്ക് ഈ പറയുന്ന 7 പേരെന്ന് പറയുന്നത് നേരത്തെ വിചാരണ കോടതി ജാമ്യാപേക്ഷ തള്ളിയവരാണ്. ഇവർ ഹൈക്കോടതിയിൽ വീണ്ടും ഈ ജാമ്യാപേക്ഷ തള്ളിയ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു. ആ അപ്പീലാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. ഈ PFI ഭീകരരായിട്ടുള്ള ഹനീഫ, ഖാജ ഹുസൈൻ, മുഹമ്മദ് ഹക്കീം, അബ്ബാസ്, ടി നൌഷാദ്, ടി ബഷീർ, അമീർ അലി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. 2022 ഏപ്രിൽ 16-നായിരുന്നു പാലക്കാട്ട് സ്വയംസേവകനായ ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകൾ പ്രകാരം പ്രഥമ ദൃഷ്ട്യാ ഇവർ ചെയ്തിട്ടുള്ള ആരോപണങ്ങൾ, പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ അത് പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 7 പേരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതികൾക്കെതിരായിട്ട് ഉണ്ടായിരുന്ന കുറ്റങ്ങളെന്ന് പറയുന്നത് കൊലപാതകം, ക്രിമിനൽ ഗൂഢാലോചന, മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യൽ തുടങ്ങിയ കുറ്റങ്ങളാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചുവെന്നും ഈ ഉത്തരവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികൾ ഗൂഢാലോചന നടത്തിയതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഫോൺ രേഖകൾ അടക്കം ഇവർ 15-ാം തീയതി ഈ ഗൂഢാലോചന നടത്തിയതിന് ശരിവെക്കുന്ന അല്ലെങ്കിൽ അതിന് സാധൂകരിക്കുന്ന തക്ക രീതിയിലുള്ളതാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. 15-ാം തീയതിയാണ് ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചന നടന്നിട്ടുള്ളത്. അന്നേ ദിവസം ഈ പറയുന്ന പ്രതികളുടെ ഒക്കെ തന്നെ ഫോൺ ലൊക്കേഷൻ കൃത്യമായിട്ട് ആ ഗൂഢാലോചന നടന്ന ഇടത്ത് കേന്ദ്രീകരിച്ച് തന്നെ ഉള്ളതാണ്. എന്തായാലും 16-ാം തീയതിയാണ് ഈ കൃത്യം നടന്നത്. എന്നാൽ ഈ പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ അത് സംശയാതീതമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ തെളിവുകൾ പ്രോസിക്യൂഷൻ നിരത്താനായി എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 7 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത്. വിനോദ്, പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ 7 PFI ഭീകരരുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി ഇപ്പോൾ നിരസിച്ചത്. നേരത്തെ 17 പേർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് സുപ്രീം കോടതി ഈ നടപടി ശരിയല്ല എന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.